വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വലിയൊരു ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. എവിടെയും പോയിട്ടൊന്നും ഇല്ലായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ കാരണം വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ അഗ്രഹാരത്തോട്ടാണ് കേട്ടോ വന്ന് വിദ്യേശിൻ്റെ വീട്ടിലോട്ട്. അപ്പം ഇന്നലെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുക്കണം വിചാരിച്ചല്ലേ? എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ചെറിയൊരു വീഡിയോയിൽ ഒതുങ്ങിപ്പോയി. അപ്പം വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. പക്ഷെ എവിടെയും പോകുന്നൊന്നുമില്ല, ജസ്റ്റ് വീട്ടിലൊക്കെ ഉള്ള തന്നെ കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിത് ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് മുടി മാത്രം ജസ്റ്റ് കെട്ടി. ഇനിയിപ്പം പോയിട്ടൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് വേണം താഴോട്ട് പോയിട്ട് എല്ലാവരും എവിടെ നോക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇന്നലെ വാങ്ങിയ പുതിയ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറാണ്. പാട്ട് വെക്കാണ്ട് കുറേ നേരമായി നോക്കുന്നു, പക്ഷെ കേൾക്കണില്ല. അപ്പൊ പാട്ട് വെച്ചിട്ട് ഇനി പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് പോയി വരാം. അപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ പിന്നെ ഇവിടെ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്കിതവിടെ സ്വന്തമായിട്ട് ഫ്രഷ് ഉണ്ട്. ഞാൻ പോയി പല്ലിച്ച് തരാം. അപ്പൊ ഞാൻ അതാ ഫ്രഷ് ആയി വന്നു. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് പോയിട്ട് വിദ്യേച്ചിയും താഴോട്ട് പോയിട്ടുണ്ട്, പോയി നോക്കിയിട്ട് വരാം അവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നതെന്ന്. എന്താക്കുന്ന ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാ? ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നു. പ്രീതമ്മ എവിടെ? പ്രീതമ്മ കടയിലാണ് ഗൈസ്. ഇവർക്ക് ഇവിടെ ഒരു കടയുണ്ട്. അവിടെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അവിടെ കടയുണ്ട്. ക്ലീൻ ചെയ്യുന്നു. ഞാനും വിദ്യേച്ചിനെ സഹായിക്കട്ടെ. ഗൈസ് പ്രീതമ്മ, വിദ്യേച്ചിൻ്റെ അമ്മ പ്രീതമ്മ എന്താ ദോശ ഇടാൻ വേണ്ടി പോവാ. പ്രീതാമ്മ ഇതാ നല്ല ദോശ ചുട്ടിട്ടുണ്ട്. പിന്നെ ഇതാ വിദ്യേച്ചി നല്ല പോർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട്. ഇതാ ചട്നി വിദ്യേച്ചിയും ഉണ്ട്. അപ്പം പോയി കഴിച്ചു തരാം. പ്രീതാമ്മ കഴിച്ചു? ചായ വെച്ചിട്ട് ടേസ്റ്റ് വരാൻ വേറെ എടുത്തരാം. ഫുഡൊക്കെ കഴിച്ച് അടുത്ത വേറെന്തോ പരിപാടിക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കവിടെ. അടുത്തെന്താ ഒപ്പിക്കുക? അടുത്ത പരിപാടി കിട്ടിയിട്ടുണ്ട്. ഫേസ് പാക്ക് ഉണ്ടാക്കുക. അതാ നമ്മുടെ സൗന്ദര്യത്തിന്റെ രഹസ്യമൊന്നുമില്ലേ? എന്തൊക്കെയാ? ബ്രൂവും കാപ്പിപ്പൊടിയും. അയ്യോ, കാപ്പിപ്പൊടിയെന്ന് ബ്രൂവും തൈരും തക്കാളിന്റെ ഇതും. പിന്നെ വേറെ ഒരു പൊടി ഇട്ടില്ലേ? അത് പറഞ്ഞില്ല. സീക്രട്ടാ? ഇപ്പൊ കൊണ്ടേ മുഖത്ത് വെക്കുമായിരിക്കും. നീ നമ്മൾ മുഖത്ത് വെക്കും. നമ്മൾ രണ്ടുപേരും അമ്മേ വെളുത്തിട്ട് പാറിയിട്ട് തിന്നി വിടുന്നു. ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോവാ. നല്ലോണം തേച്ച് പിടിപ്പിക്കണം. വെളുക്കുള്ളൂ. അങ്ങനെ അമ്മ പറഞ്ഞേക്കുന്നത്. ഇതിലൊക്കെ ഇടണമെന്നാണ്. പക്ഷെ അങ്ങനെ ഇതിപ്പോ ആരും കാണില്ല. അവസാനം ഞങ്ങൾ രണ്ടുപേരും മൂത്ത് വെച്ച് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം ഇത് കഴുകണം. ട്രോഫിയൊക്കെ വിദ്യേച്ചി കിട്ടിയതാണ് ഗൈസ്. കലോത്സവത്തിന് വിദ്യേച്ചി ഡാൻസുകാരിയാണ്. മുഖത്തുള്ളെല്ലാം കഴുകിയും കളഞ്ഞ് ഇപ്പോൾ ഇതാ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിൽ പോവാം. വിദ്യേച്ചിതാ വരുന്നു. അപ്പം ടൗണിൽ പോയിട്ട് വരാം. നമ്മൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് മാനന്തവാടി പോവാം.
ഇത് കട്ടക്കണം. ഇതുവരെ നടന്നു പോയത് കൂടെ. ഞങ്ങൾ ഒരു പാല് വാങ്ങിയിട്ട് വരാം. പാല് വാങ്ങി, പക്ഷെ വീഡിയോ അവിടെ എന്തോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഇത് ഞങ്ങളുടെ മാനന്തവാടിന്റെ കോസ്റ്റൽ റോഡിന്റെ ഭാഗമാണ്. ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാ. തോന്നില്ലായിരുന്നു തോന്നുന്നു. അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിക്കുവാ നോക്കി. മഴ പെയ്യുന്നു. മഴ പാല് ഇവിടെ ഇനി പാല് കാട്ടുന്നില്ല വേണ്ട. മഴ പെയ്യുന്നുണ്ട്. നല്ലോണമൊന്നുമില്ല, എന്നാലും ഇപ്പം പോയില്ലേ. മഴയ്ക്ക് പ്രാന്താന്ന് തോന്നുന്നു. ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് പോവും. എന്നാ പെയ്യുവാണെങ്കിൽ വൃത്തിക്ക് പെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ പെയ്യാൻ നിൽക്കുക. ഇത് കുറച്ച് നനച്ചിട്ട് അങ്ങ് പോകും. അത് കപ്പന്റെ തോണിയോ? ഞങ്ങൾ തോണിയിൽ കൂടിയാണ് ഇപ്പൊ വന്നേ. ഇത് ഞങ്ങള് താമസിച്ച വീടാണ്. 1 വർഷം അല്ലേ? 1.5 വർഷം ഉണ്ടായിരുന്നു. 1 വർഷമോ? 1 വർഷമല്ലല്ലോ. 2 വർഷമില്ല എന്തായാലും. 1 വർഷം, 1.5 വർഷം ഉണ്ടാവുമായിരിക്കും. 1.5 ഉണ്ടാവില്ല ഗൈസ്. 1 വർഷം ഞങ്ങള് ആ വീട്ടിലായിരുന്നു താമസിച്ചത്. നല്ല വീടായിരുന്നു. നല്ല വീടായിരുന്നു. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് ഇതില് നമ്മുടെയൊക്കെ തന്നെ. ഞങ്ങള് അവിടുന്ന് ഇവിടെ വന്നിട്ട് രാത്രി ഈ റോട്ടിൽ കിടത്തി ഷട്ടിൽ കളിക്കുകയൊക്കെ ചെയ്യും. ഓരോ പ്രാന്ത്. എന്റെ കോലെന്താ ഇങ്ങനെ? പക്ഷെ നല്ല രസമായിരുന്നു. ആ ഒരു വർഷം അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇവിടെ ഇന്നലെ തൊട്ട് ഇവിടെ വന്നപ്പം അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. അവിടെ ഭയങ്കര സങ്കടം. എല്ലാവർക്കും, എൻ്റെ വീട്ടിലെ അമ്മയ്ക്കും അപ്പയ്ക്കും ടോൺചാനും ടീനയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അഗ്രഹാരം ഇഷ്ടമാണ്, ആ വീടും ഇഷ്ടമാണ്. നല്ലതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സമയം അടിപൊളിയായിരുന്നു. പറഞ്ഞിട്ടിപ്പം കാര്യമില്ല. എന്തായാലേ ഇനിയിപ്പം പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഞാനിതവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിയുന്നു. ഇന്നലത്തെ കുറച്ച് പോർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇത് മുറിച്ച് കഴിക്കുന്നു. ഉള്ളിക്കറി വിസിലടുപ്പിച്ചിട്ട് വെക്കണോ? അല്ലാണ്ട് ഞാനപ്പോൾ വേവിക്കണ്ടേ? അല്ലാതെ വേവിക്കണോ? സമയം എടുക്കില്ല. കുക്കർ മതി. കുക്കറാണല്ല. ഉള്ളിയൊന്നും നിങ്ങൾ കാണുന്നില്ല. ട്രൈപോഡ് ഇല്ല എനിക്ക്. ഇത് സ്റ്റൈലാണ്. അടുത്ത് നമുക്ക് വെളുത്തുള്ളി പൊളിക്കാം. അത് കത്തിയോണ്ട് മുറിച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് ഈ വെളുത്തുള്ളി ഒന്നും ഇതാക്കാൻ ഇഷ്ടം. മണക്കുന്ന കയ്യിൽ തിന്നുമ്പോൾ വണ്ണം പിടിച്ചിട്ടുണ്ടാകുമ്പോൾ ബിരിയാണി നല്ല മാറ്റമില്ലേ കൈക്കൊക്കെ? അപ്പൊ അതൊന്നും നമുക്ക് വിഷയം. അത് ബിരിയാണി, ഇത് വെളുത്തുള്ളി. അങ്ങനെ ഇരിക്കാം. അതിലിട്ടവർക്ക് പൊറുക്കിയിടാം ഗൈസ്. അതാണ് നമ്മുടേത്. എന്തൊന്ന് കറി വെക്കാനോ? ശരി എന്നാല് ഞാൻ പ്രീതാമിന് ഉണ്ടാക്കിയ മീൻകറി ഉണ്ടോ? എനിക്കത് മതി. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം അരിഞ്ഞിട്ടുണ്ട്. അടുപ്പത്ത് ഇതാ ഉരുളി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഇതിന് പാടിക്കഴിഞ്ഞാൽ മസാല ഇടാൻ പൊടി ചൂടാക്കിയിട്ട് മസാല എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിനകത്തോട്ട് ഇട്ടിട്ട്
നടത്താന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഇളക്കും. ഇനി ഇത് നമ്മള് ഗ്യാസ് ഒന്ന് മാറ്റും. ഇനി അടുത്ത പരിപാടി ഇത് അടുപ്പിലേക്ക് മാറ്റും. ഇതൊരു 1 hour ഇരുന്ന് കുക്കാവണം. പോർക്കായതുകൊണ്ട് നല്ല വേവുള്ള സാധനമാണ്. അത് നമ്മൾ നമ്മുടെ അടുപ്പിലേക്ക് മാറ്റും. അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് മൂടി വെക്കാം. ഇരിക്കുന്നില്ല ഗൈസ് അടുപ്പില്. ഇനിയിപ്പോ നമുക്കത് മൂടി വെക്കാം ഗൈസ്. പുറത്ത് നല്ല മഴയാട്ടോ. നല്ല തണുപ്പുണ്ട്. നല്ല ചൂട് പോർക്ക് കറിയും ചൂട് ചോറും. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇപ്പം പോയി കഴിച്ചു തരാം. ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ആ മുകളിലോട്ട് കയറി വന്നു. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. അപ്പം നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. വിദ്യേഷിത ഫുഡൊക്കെ കഴിച്ചിട്ട് കടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.